அவசானம் 2 கொரிந்தியர் 12:9-10 வசனங்கள். വെളിപ്പാടുകളുടെ ആധിക്യത്താൽ പൗലപ്പോസ്തലൻ എഴുതുന്നു, ഞാൻ നെഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തിൽ ഒരു ശൂലം. ഞാൻ ബലഹീനൻ. ദൈവം അവനോട് അവൻ 3 വട്ടം പ്രാർത്ഥിച്ചു. പൗലപ്പോസ്തലൻ 3 വട്ടം പ്രാർത്ഥിച്ചു. അതിന് മറുപടിയായി, എൻ്റെ കൃപ നിനക്ക് മതി. എൻ്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരും. ആമേൻ. ക്രിസ്തുവിൻ്റെ ശക്തി പൗലപ്പോസ്തലൻ എഴുതുന്നു, എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോട് പ്രശംസിക്കുന്ന എൻ്റെ ബലഹീനത. ആമേൻ. ദൈവത്തിൻ്റെ ശക്തി നമ്മിൽ വീഴേണ്ടതിന്, നമ്മിൽ നിറയേണ്ടതിന് തമ്പുരാൻ അനുവദിച്ചിരിക്കുന്ന ബലഹീനത. നമ്പർ 1, ആത്മീയ നിഗളം നമ്മിൽ പൊങ്ങാതിരുപ്പാൻ തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചിരിക്കുന്ന ബലഹീനത. 2, ദൈവം നിന്റെ ബലഹീനതയിൽ മനുഷ്യനെ പോലെ അകന്ന് മാറുന്നവനല്ല, തുണ നിൽക്കുന്നവൻ എന്ന് നീ മനസ്സിലാക്കുവാൻ സ്വർഗത്തിലെ ദൈവം നിന്റെ ജീവിതത്തിൽ അനുവദിച്ചിരിക്കുന്ന ബലഹീനത. റോമർ 8:25 ബലഹീനതയിൽ തുണ നിൽക്കുന്ന ദൈവം. സങ്കീർത്തനം 46:1 കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായി നിൽക്കുന്ന ദൈവം. സങ്കീർത്തനം 72:12 സഹായം ആരുമില്ലാത്ത ആളുകൾക്ക് തുണ നിൽക്കുന്ന ദൈവം. ആമേൻ. സങ്കീർത്തനം 68:6 ഏകാകിക്ക് തുണ നിൽക്കുന്ന ദൈവം. 1 ദിനവൃത്താന്തം 4:10 ഐശ 49:5-6 അമ്മ പോലും നിന്നെ തള്ളിക്കളഞ്ഞാൽ നിന്നെ തള്ളിക്കളയാത്ത നല്ല ദൈവം പോരാ. സങ്കീർത്തനം 10:14 അനാഥന് എന്നും തുണ നിൽക്കുന്ന ദൈവം. സങ്കീർത്തനം 146:5 ദൈവം മാത്രം എൻ്റെ പ്രത്യാശ. ഇന്ന് ദൈവത്തിൽ മാത്രം പ്രത്യാശ വച്ച് ജീവിക്കുന്ന ഭക്തന് എന്നും തുണ നിൽക്കുന്ന ദൈവം. ആമേൻ. അവസാനം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2:27 ഫിലിപ്പിയർ 2:30 പൗലപ്പോസ്തലൻ ഒരു ഭക്തനെ കുറിച്ച് എഴുതുന്നു, എപാഫ്രോദിത്തോസ് മരണത്തോളം അടുത്തവൻ. മരണത്തോളം അടുത്തവൻ. ഒരു ഭക്തന്റെ ജീവിതത്തിൽ 2 സൈഡുകൾ ഉണ്ട്. ഒന്ന്, കാണാൻ ഇൻപകരം, കേൾക്കാൻ ഇൻപകരം. മറുഭാഗത്തിൽ കയ്പ്, കണ്ണുനീർ, നിലവിളി. പത്രോസിൻ്റെ ജീവിതത്തിൽ ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന അപ്പോസ്തലർ 5:15 പത്രോസിൻ്റെ നിഴലിൽ സൗഖ്യം പ്രാപിച്ച ആളുകൾ ഒരു കൂട്ടം. പക്ഷെ പത്രോസിനെ ക്രൂസിൽ തലകീഴായി തറച്ച് കൊല്ലപ്പെടേണ്ട അവസ്ഥ ഉണ്ടായി. ആമേൻ. കേൾപ്പാൻ ഇൻപം, പക്ഷെ അത് രുചിപ്പാൻ കയ്പാണ്. ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ 2 ഭാഗങ്ങളുണ്ട്. പൗലോസിൻ്റെ
അവസ്ഥ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ജീവിച്ചിരിക്കുമ്പോൾ മൂന്നാം സ്വർഗത്തിൽ പോയി വന്നാൽ കൈകളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തണം. മുഷിഞ്ഞു നോക്കിയപ്പോൾ ഭൂതം പുറത്തായി. അത്ര പവർ. പൗലോസിന്റെ ശുശ്രൂഷയിൽ ദൈവം അസാധാരണ അത്ഭുതം ചെയ്ത് അത്ര ശക്തൻ. ഉപയോഗിച്ച കർച്ചീപ്പ് അനേകർക്ക് മോചനം നൽകിയതായി ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. അതേ പൗലോസ് ജെറുസലേം ദേവാലയത്തിൽ ക്രിസ്തുവിനെ ഉയർത്തി പ്രസംഗിച്ചപ്പോൾ പിടിച്ച് താഴെയിട്ട് തറയിലിട്ടിളുത്ത് മുൻവാതിൽ തുറന്ന് പുറത്താക്കി അടിച്ച് മരിച്ച് എന്ന് ഇട്ടിട്ട് പോയി. എല്ലാ അവസ്ഥയിലും രണ്ട് അനുഭവങ്ങളുണ്ട്. യേശുവിൻ്റെ ജീവിതത്തിലോ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. മരിച്ച് 4 ദിവസം കഴിഞ്ഞ് നാറുന്ന ലാസറുടെ കല്ലറയുടെ കരയിൽ നിന്ന് യേശു നിലവിളിക്കുന്ന യോഹന്നാൻ 11:43 ലാസറേ പുറത്തേക്ക് വാ. മരിച്ചവൻ പുറത്തു വന്ന്. മറുഭാഗത്തിൽ അടുത്ത അധ്യായം 12-ാം അധ്യായം 10-ാം വചനത്തിൽ അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ലാസറുവിനെയും കൊല്ലുവാൻ അവർ ആലോചിച്ചു. അതിൻ്റെ അർത്ഥം യേശുവിനെയും ലാസറിനെയും കൊല്ലുവാൻ അവിടെ പദ്ധതി ഒരുങ്ങി. ഇവിടെ എപ്പാഫ്രോദിത്തോസ് കർത്താവിന് വേണ്ടി മിന്നുന്ന ഭക്തൻ. പക്ഷേ അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു അവൻ മരണത്തോളമായി. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 27-ാം വചനത്തിൽ, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 30-ാം വചനത്തിൽ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ വേല നിമിത്തം എപ്പാഫ്രോദിത്തോസ് മരണത്തോളമായി. കർത്താവിൻ്റെ വേല നിമിത്തം അവൻ ബലഹീനൻ. മോശയെ ദൈവം തൻ്റെ വേലയ്ക്ക് വിളിച്ചപ്പോൾ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. പുറപ്പാട് പുസ്തകം 4:10 മോശെ ഒളിവ് കഴിവ് പറയുന്നു. ഞാൻ വിക്കൻ, ഞാൻ ബലവാനല്ല, ഞാൻ ബലഹീനൻ, ഞാൻ മന്ദനാവുള്ളവൻ, തടിച്ച നാവുള്ളവൻ. കൈൻഡ്ലി ഫൈൻഡ് ഔട്ട് someone better than me. എന്നെക്കാൾ ശേഷിയുള്ള ആരെങ്കിലും കർത്താവ് വിളിക്കണമേ. ശരിക്കും ഇവൻ അത്ര ബലഹീനനൊന്നുമല്ല. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ഇവിടെ വിളിക്കുന്നത് ഒരു പഞ്ചായത്ത് മെമ്പറല്ല, ദൈവമാണ്. ഇവനെപ്പോയി കർത്താവിൻ്റെ സാക്ഷിയായി നിൽക്കുവാൻ പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ രാജാവിൻ്റെ മുമ്പിൽ. 2. മൂന്നാമത് സ്വാഭാവികമായി സംഖ്യ 12:3 രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന മോശെ ഭൂമിയിലുള്ള സകല മനുഷ്യരിലും ഏറ്റവും സൗമ്യൻ. 4. ഇവൻ്റെ മുമ്പിൽ നിൽക്കുന്നത് 6 ലക്ഷം പുരുഷന്മാരുടെ ഭാരം ഇവൻ്റെ ഒറ്റ മനുഷ്യൻ്റെ തോളിൽ മേൽ. ഈ 4 നാം കണക്കെടുക്കുമ്പോൾ ആ പശ്ചാത്തലത്തിൽ മോശെ പറയുന്നു, ഞാൻ ബലഹീനൻ, ഞാൻ ബലഹീനൻ. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 11-ാം വചനത്തിൽ, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 13-ാം വചനത്തിൽ, പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 1-ാം വചനത്തിൽ, പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 10-ാം വചനത്തിൽ, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 12-ാം വചനത്തിൽ 3 കാരണം ദൈവസന്നിധിയിൽ മോശെ നിരത്തുന്നു. ഞാൻ ദൈവം എന്നെ അയച്ചിരിക്കുന്നു എന്ന് മിസ്രൈം ജനത്തിൻ്റെ മുമ്പിൽ, ഫറവോന്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ അവർ ചോദിക്കും, നിന്റെ ദൈവം ആർ? അതിൻ്റെ അർത്ഥം അവർ നിന്നെ വിശ്വസിക്കുകയില്ല.
നമ്പർ 1. രണ്ടാമത്, ഞാൻ അങ്ങയുടെ വെളിയുമായി പോയി നിൽക്കുമ്പോൾ എന്നോട് അവർ ചോദിക്കും, നീ ആർ? അതിൻ്റെ അർത്ഥം അവർ നിന്നെ മാത്രമല്ല എന്നെയും വിശ്വസിക്കുകയില്ല. മൂന്നാമത് അവൻ പറയുന്നു, ഞാൻ വാക്ക് സാമർഥ്യമില്ലാത്തവൻ. അതിൻ്റെ അർത്ഥം എനിക്ക് തന്നെ എന്നിൽ വിശ്വാസമില്ല. അപ്പോഴാണ് കർത്താവ് അരുളി ചെയ്യുന്നത്, ഞാൻ നിന്നോട് കൂടെ പോരും. അപ്പോൾ അവൻ സമ്മതിക്കുന്നു. ഈ മോശയെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായം 22-ാം വചനത്തിൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, മോശെ വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥൻ. കൈകളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ആമേൻ. മോശെ ഒരു വിക്കനല്ല, മോശെ ഒന്നും അറിയാത്തവനല്ല. 40 ആണ്ടുകാലം ഈജിപ്തിൻ്റെ കൊട്ടാരത്തിൽ രാജകുമാരനായുള്ള എല്ലാ ട്രെയിനിങ്ങും പ്രാപിച്ചെടുത്തവൻ. ഈ ഭൂമിയിലുള്ള സകല ദേവന്മാരുടെ ചരിത്രവും മോശയുടെ കൈക്കകത്ത്. ആമേൻ, ആമേൻ. എല്ലാ പേയുടെയും സാത്താന്റെയും ദേവന്മാരുടെ ചരിത്രം മോശയുടെ കൈക്കകത്ത്. പക്ഷെ മറുഭാഗത്തിൽ ഇവൻ ദൈവത്തിൻ്റെ കൈക്കകത്ത്. ആമേൻ. ഇവൻ വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥൻ. പുറപ്പാട് 5:1, പുറപ്പാട് 9:1 ഫറവോന്റെ മുമ്പിൽ പോയി നിൽക്കുന്ന മോശെ ഉച്ചരിക്കുന്ന ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് കേട്ടുകൊള്ളുക. ഫറവോ, ലെറ്റ് മൈ പീപ്പിൾ ഗോ. ഫറവോ, ലെറ്റ് മൈ പീപ്പിൾ ഗോ. എന്റെ ജനത്തെ ദൈവത്തെ ആരാധിപ്പാൻ നീ വിട്ടയക്ക. ആമേൻ. വിക്കനാണോ? വിക്കനാണോ മോശെ? ഒരു വാഗ്മി, ഒരു ഓറേറ്റർ, ഒരു ബലവാൻ. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, ദൈവത്തെ ആരാധിപ്പാൻ ദൈവം അരുളി ചെയ്യുന്ന ദൈവത്തിൻ്റെ ജനത്തെ വിട്ടയക്കുക. അങ്ങനെ തുടർപടിയായി അവൻ ഫറവോന്റെ മുമ്പിൽ ചെന്ന് ആർഗ്യൂ ചെയ്ത് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന കർത്താവിൻ്റെ വേലക്കാരന് ഫറവോനും ജനമും 8 പ്രാവശ്യം കൊട്ടാരത്തിൽ നിന്ന് മോശയെ വിരട്ടി ഓടിച്ചു. പുറപ്പാട് 10:11, പുറപ്പാട് 5:1, പുറപ്പാട് 7:16, പുറപ്പാട് 8:16, 8:17 വചനങ്ങളിൽ, പുറപ്പാട് 9:1, പുറപ്പാട് 9:13 8 പ്രാവശ്യം കർത്താവിൻ്റെ പ്രവാചകനെ വിരട്ടി ഓടിച്ചു. ഫറവോൻ പറയും, ലെറ്റ് ദൈ പീപ്പിൾ ഗോ. നമ്പർ 1, പുരുഷന്മാർ മാത്രം പോയിക്കൊള്ളട്ടെ, സ്ത്രീകൾ പോകരുത്, കൊച്ചുകുട്ടികൾ പോകരുത്. പക്ഷെ മോശെ സമ്പാദിക്കുന്നു, അല്ല, എൻ്റെ ജനം പൂർണ്ണമായി ദൈവത്തെ ആരാധിപ്പാൻ പോയിക്കൊള്ളട്ടെ. ലെറ്റ് മെൻ അലോൺ ഗോ. പുരുഷന്മാർ മാത്രം പോയിക്കൊള്ളട്ടെ, സ്ത്രീകൾ പോകരുത്. അല്ല, എൻ്റെ ജനം പൂർണ്ണമായി ദൈവത്തെ ആരാധിപ്പാൻ പോയിക്കൊള്ളട്ടെ. ഫറവോൻ വീണ്ടും പറയും, അവർ അധിക ദൂരം പോകരുത്. അല്ല, എൻ്റെ ജനം അവർക്ക് വേണ്ടി ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന കനാൻ ദേശത്തിലേക്ക് പൂർണ്ണമായി അവർ പോയിക്കൊള്ളട്ടെ. പുറപ്പാട് 12:41 വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ദൈവത്തിൻ്റെ മഹാശക്തി നിമിത്തം 430 ആണ്ടുകൾ കഴിഞ്ഞ്
അതേ നാൾ ഒരു സെക്കൻഡ് പോലും അങ്ങും ഇങ്ങുമാകാതെ ദൈവം തൻ്റെ ബലത്താൽ തൻ്റെ ജനത്തെ മോചിച്ചു കനാൻ ദേശത്തിൽ കൊണ്ടുപോയി. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ക്ഷീണിതന് ശക്തി നൽകുന്നവൻ, ബലഹീനന് ബലം നൽകുന്നവൻ. യേശു ക്രിസ്തുവിനെ കുറിച്ച് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന അവൻ സ്വർഗം വിട്ട് ഇറങ്ങി വന്നത് ദാസരൂപമെടുത്ത്. തമിഴിൽ ആ വാക്ക് അടിമ slave. Jesus Christ came into this world in the form of a slave. അവന് ദാസന്മാർ ഉണ്ടായിരുന്നില്ല, യേശുവിന് ദാസന്മാർ ഉണ്ടായിരുന്നില്ല. അവൻ എല്ലാവർക്കും ദാസനായി ജീവിച്ചു. പക്ഷെ ആളുകൾ യേശുവിനെ വിളിച്ചതോ ഇവൻ ഞങ്ങളുടെ യജമാനൻ. ആമേൻ. ഇവനൊരു അടിമയായി ഭൂമിയിൽ വന്ന് ഭൂമിയിലുള്ള ആളുകൾ വിളിച്ചതോ ഇവൻ ഞങ്ങളുടെ യജമാനൻ. കർത്താവിൻ്റെ കയ്യിൽ ഒരു ഡിഗ്രിയുമില്ല, ഒരു പള്ളിക്കൂടത്തും അവൻ ചവിട്ടിയിട്ടില്ല. പക്ഷെ ജനസമൂഹം യേശുവിനെ വിളിച്ചതോ ഇവൻ ഞങ്ങളുടെ ടീച്ചർ, ഗുരു, ഇവൻ ഞങ്ങളുടെ ഗുരു. അതാണ് പൗലോസ് എഴുതും, ക്രിസ്തു ഒരു മർമ്മം. ഇവൻ്റെ കയ്യിൽ ഒരു വൈദ്യശാസ്ത്ര ഡിഗ്രിയുമില്ല. പക്ഷെ ഇവന് ജനം പുകഴ്ത്തിയത് ഇവൻ ഞങ്ങളുടെ സൗഖ്യ നായകൻ, ഞങ്ങളുടെ രോഗങ്ങളെ സൗഖ്യമാക്കിയവൻ. ഇവൻ്റെ കയ്യിൽ ഒരു പട്ടാളവുമില്ല. പക്ഷെ ജനം കർത്താവിനെ വിളിച്ചത് രാജ എന്നല്ല, രാജാതിരാജ. ഇവൻ ഒരു യുദ്ധവും ചെയ്തിട്ടില്ല. പക്ഷെ ഇന്നും അവൻ ജയാളിയായി നിൽക്കുന്നു. ഇവന് മരിച്ച ശരീരത്തെ കൊണ്ടുവച്ച അരിമത്തിയുടെ ജോസഫിൻ്റെ കല്ലറ ഇന്നും നമ്മുടെ ഇടയിൽ ഉണ്ട്. എങ്കിലും ഇവൻ ഇന്നും ജീവിച്ചിരിക്കുന്നു. ക്ഷീണിതന് ശക്തി നൽകുന്നവൻ, ബലഹീനന് ബലം നൽകുന്നവൻ. 10-ാം വചനം നമ്മെ പഠിപ്പിക്കുന്ന അവസാനം എന്ത് സംഭവിക്കുമെന്ന് ദൈവത്തിന് മുമ്പേ അറിയാം. ആമേൻ. God declares the end from the beginning. അവസാനം എന്ത് സംഭവിക്കും? നീതിമാന്റെ ജീവിതത്തിൽ ഒരു അനർത്ഥം വരുമോ അത് കാണുന്ന ദൈവം അനർത്ഥം വരും മുമ്പ് നീതിമാനെ തങ്ങൾ അവൻ വേർതിരിക്കുന്നു. അതാണ് ഐസയ പ്രവാചകൻ എഴുതുന്ന 57:1 നീതിമാൻ അനർത്ഥത്തിന് മുമ്പേ കഴിഞ്ഞിപ്പോകുന്നത്. അതുകൊണ്ടാണ് ചില നീതിമാന്മാർ പെട്ടെന്ന് മരിക്കുന്നത്. നമ്പർ 1. രണ്ടാമത്, ദുഷ്ടന്റെ മരണത്തിൽ ഒട്ടും ഇഷ്ടമില്ലാത്ത ദൈവം. എസെക്കിയേൽ പ്രവചനം 18-ാം അധ്യായം 23-ാം വചനത്തിൽ, എസെക്കിയേൽ പ്രവചനം 33-ാം അധ്യായം 11-ാം വചനത്തിൽ, ദുഷ്ടന്റെ മരണത്തിലല്ല, ദുഷ്ടൻ തൻ്റെ വഴി വിട്ട് തിരിഞ്ഞ് ജീവിക്കുന്നതിൽ അത്രേ ദൈവം അരുളി ചെയ്യുന്നു എനിക്ക് ഇഷ്ടമുള്ളത്. ഇന്ന് അവൻ സുവിശേഷം കേൾക്കും, ഇന്ന് അവൻ രക്ഷപ്പെടും, ഇന്ന് പോയി. നാളെ അവൻ സുവിശേഷം കേൾക്കും, നാളെ രക്ഷപ്പെടും എന്ന് ചില ദുഷ്ടന്മാർക്ക് ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെ, ദൈവം അറിയാതെയല്ല, ദീർഘായുസ് നൽകുന്നത്. ആമേൻ. ഏത് എങ്ങനെയായാലും ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന നിന്റെ അവസാന ശ്വാസം നിന്റെ ശരീരം വിട്ടു പോകുമ്പോൾ നീ കർത്താവിൽ തന്നെ ആയിരിക്കണം. ആമേൻ. സുവിശേഷം കേട്ടിട്ട് നാളേക്കാകാം എന്ന് ഒരു നാളും മാറ്റിവെക്കരുത്.
ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. പൗലോസ് എഴുതുന്ന ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1:23 വിട്ട് പിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ, അതാണ് മരണം. എൻ്റെ ശരീരം വിട്ട് എൻ്റെ പ്രാണൻ വിട്ട് പിരിഞ്ഞ് അടുത്ത നാളികയിൽ ക്രിസ്തുവിനോട് കൂടെ, അതാണ് മരണം. ആ മരണത്തിൽ പ്രത്യാശമുണ്ട്. 1 ദശലോക്യ 4:16 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, ക്രിസ്തുവിൽ മരിച്ചവർ ക്രിസ്തുവിൽ ഉയർക്കും. ദാറ്റ് ഈസ് അവർ ഹോപ്പ്. ക്രിസ്തുവിൽ നീ ഉയർക്കണമെങ്കിൽ ക്രിസ്തുവിൽ നീ മരിക്കണം. ക്രിസ്തുവിൽ നീ മരിക്കണമെങ്കിൽ ക്രിസ്തുവിൽ നീ ജീവിക്കണം. ക്രിസ്തുവിൽ നീ ജീവിക്കണമെങ്കിൽ ക്രിസ്തുവിൽ നീ ജനിക്കണം. ക്രിസ്തുവിൽ ജനിച്ചവൻ ക്രിസ്തുവിൽ ജീവിക്കുന്നു. ക്രിസ്തുവിൽ ജീവിക്കുന്നവൻ മാത്രമേ ക്രിസ്തുവിൽ മരിക്കുന്നു. അതാണ് പ്രത്യാശ. ചുരുങ്ങിയ നാളിൽ മരിക്കുന്നുവോ, ദീർഘായുസിൽ മരിക്കുന്നുവോ, അതല്ല, മരിക്കുന്ന നാളിൽ നീ കർത്താവിൻ്റെ കരത്തിലായിരിക്കണം. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 11 1 മുതൽ 12 വരെ ക്രിസ്തുവിലുള്ള വിശ്വാസ വീരന്മാരുടെ പട്ടിക അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഇവരെ കുറിച്ചുള്ള ഒരു അസാധാരണ സ്വഭാവം അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഇവർ എല്ലാവരും എബ്രായർ 11:13 ഇവർ, ഈ വിശ്വാസ വീരന്മാർ എല്ലാവരും വിശ്വാസത്തിൽ മരിച്ചു. ആമേൻ. അതാണ് അനുഗ്രഹം. 110 വയസ്സിൽ മരിച്ച ഭക്തൻ ജോഷുവയെ കുറിച്ച് ജോഷുവ 24:29 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. നൂന്റെ മകനായ ജോഷുവ 110 വയസ്സിൽ ദൈവഭക്തനായി മരിച്ചു. ആമേൻ. ഹല്ലേലൂയ. നൂന്റെ മകനായ ജോഷുവ 110 വയസ്സിൽ മരിക്കുമ്പോൾ ദൈവഭക്തനായി മരിച്ചു. അവരെക്കുറിച്ചാണ് ബൈബിൾ നമുക്ക് വാഗ്ദത്തം നൽകുന്നത്. ഐശ 46:4 നീ നരച്ചാലും ദൈവം നിന്നെ ചുമക്കും. ആമേൻ. ഹല്ലേലൂയ. അതാണ് വാർദ്ധക്യത്തിൽ ക്ഷീണമാണോ, നീ നരച്ചാലും നിന്നെ ചുമക്കുന്ന ഒരു ദൈവം. വിട്ടു പിരിഞ്ഞ് എവിടെ പോയോ, നീ ക്രിസ്തുവിൽ ജീവിച്ചാൽ ക്രിസ്തുവിൻ്റെ പൊന്മുഖം ആ സെക്കൻഡിൽ നീ ദർശിക്കും. ആമേൻ. ഹല്ലേലൂയ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ക്രിസ്തു യേശുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ അഭിഷേകവും സദാകാലങ്ങളിലും നാം ഓരോരുത്തരുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.